Okay, take your textbook, page number 152. Activity ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Cross patch ആണ് അവിടെ ഉള്ളതല്ലേ, ഒരു ക്രോസ് വേർഡ് പസിലാണ്. Then complete the crossword. Listen here. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് കരുതി എനിക്ക് നിങ്ങളെ നന്നായിട്ട് കാണാൻ പറ്റും, നിങ്ങൾക്ക് എന്നെ മാത്രമേ കാണാൻ പറ്റാത്തതുള്ളൂ. സോ ലിസൺ ചെയ്യാം. Second, too much rain caused this. മിസ്സിന്റെ വീഡിയോ മ്യൂട്ട് ആണ്. Listen, too much rain caused this. Number 2. Then എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഫൗണ്ട് ചെയ്യേണ്ടത് അല്ലേ. ഒരുപാട് മഴ ഉണ്ടാകുമ്പോൾ അധികമായിട്ടുള്ള മഴ ഇതിന് കാരണമാകും. ഏതാണ് നമ്പർ 2? ഏതാണ് നമ്പർ 2? ആവണി, നമ്പർ 2 എന്താണ്? Too much rain caused this. Across ആണ് അല്ലേ. നമ്പർ 2 across എന്താണ് എന്നുള്ളതാണ്. എന്താണ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ അവണി? പേജ് നമ്പർ മിസ്, പേജ് നമ്പർ സെൽന ഏതാണ് മോളെ? ഫ്ലോട്ട്സ്. യെസ്, ഫ്ലഡ്സ്. FLOODS. ഒരുപാട് മഴ ഉണ്ടാകുമ്പോ എന്തുണ്ടാകും? വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ, നമ്മള് പഠിച്ചു. ഫ്ലഡ്സ്, FLOODS. ഫ്ലഡ്സ്. മിസ് പേജ് നമ്പർ നിങ്ങളുടെ പോർഷൻ ഇപ്പോ എവിടെ വരെ എടുത്തത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏത് പോർഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഏത് പേജാണ് ഇന്ന് എടുക്കാനുള്ളത്? അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? കഴിഞ്ഞ ദിവസം ഏതാണ് എടുത്തത്, ഇന്ന് ഏതാണ് എടുക്കാൻ പോകുന്നത്? ക്ലാസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പേജ് നമ്പർ 152 എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഒട്ടും ഷെയിം തോന്നുന്നില്ലേ കുട്ടികളെ? Then a storm can uproot these. 4 ആണല്ലേ. 2 across is too much rain caused these. Floods ആണ് നമ്മൾ ചെയ്തു. ഒരുപാട് മഴ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകും? വെള്ളപ്പൊക്കം ഉണ്ടാകും. Then number 4 across തന്നെയാണ്. A storm can uproot these. നല്ല കൊടുങ്കാറ്റ് വരുമ്പോൾ എന്താണ്? ഇത് മറിഞ്ഞു വീഴും അല്ലേ, ഇതിനെ അപ്രൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ്. എന്താണ് നമ്പർ 4? ഏതാണ്? ഏതാണ് മോളെ ജൂലിയറ്റ്? ട്രീസ്. ട്രീസ് ആണ് ആൻസർ. ട്രീസ്. നല്ല കൊടുങ്കാറ്റ് ഉണ്ടാവുമ്പോ എന്തുണ്ടാവും? മരങ്ങളൊക്കെ പറഞ്ഞു വീഴും അല്ലേ. ട്രീസ്. A storm can uproot these. Trees എന്നാണ് എഴുതേണ്ടത്. 4 across. Trees. 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 അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു 2 across flood ആണ്, FLOODS. Then 4 across trees, TREES. Then 5, a soft
ആൻഡ് ജെന്റിൽ വിൻഡ്. നല്ല ജെന്റിൽ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാറ്റ് എന്താണ് എന്നുള്ളതാണ്. എ സോഫ്റ്റ് ആൻഡ് ജെന്റിൽ വിൻഡ്. അത് ഏത് തരം വിൻഡ് ആണ് എന്നുള്ളതാണ്. ഏതാണ് മോളെ ഏഞ്ചൽ? ബ്രീസ്. ബ്രീസ്. ബ്രീസ് ആണ് ആൻസർ. BREEZE. ബ്രീസ്. BREEZE. 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 എഴുതിയോ? Then 6 across. The rainy season. Which is the rainy season എന്നുള്ളതാണ്. നല്ല മഴക്കാലം അല്ലേ? നല്ല മഴക്കാലം ഏതാണ്? എപ്പോഴാണ് ഏറ്റവും നന്നായിട്ട് മഴ ഉണ്ടാവുക? നമുക്കറിയാം അല്ലേ? ഏതാണ്? ജോയലേ, കയറാൻ ലേറ്റ് ആയതുകൊണ്ട് കിട്ടാത്തതുണ്ടോ? എല്ലാം കിട്ടിയോ? 1, 2, 3 കിട്ടിയില്ല. 2, 4, 5 ആണോ ഉദ്ദേശിച്ചത്? 2 ഫ്ലഡ്സ് ആണ്. FLOODS. ഫ്ലഡ്, വെള്ളപ്പൊക്കം എന്നുള്ള FLOODS. Then 4 trees. 4 എന്നുള്ളത് ട്രീസ് ആണ് കേട്ടോ. Then 5th, a soft and gentle wind is breeze. BREEZE. കിട്ടിയോ? ഫ്ലഡ്സ്, ട്രീസ്, ബ്രീസ്. ആൻഡ് 6 the rainy season. Which is the rainy season? ഏതാണ്? ഏതാണ് മോളെ സന? മൺസൂൺ. മൺസൂൺ. ഓക്കെ, മൺസൂൺ ആണ് ആൻസർ. MONSOON. മൺസൂൺ. MONSOON. മൺസൂൺ. MONSOON. Then മൺസൂൺ എഴുതിയോ? എന്താണ് മോളെ നിഹാര? ഏതാണ് മോളെ? അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ പറയാൻ വിളിച്ചതാ. ഓക്കെ 8th അല്ലേ? The days are long and hot during this season. മൺസൂൺ എല്ലാരും എഴുതിയല്ലോ. Then 8th ഏതാണ് മോളെ ആൻസർ നിഹാര? സമ്മർ. ഓക്കെ, ഗുഡ്. സമ്മർ ആണ് ആൻസർ. The days are long and hot during this season. സമ്മർ സീസണിൽ എന്താണ്? ചൂടാണ്, ഒരുപാട് നാള് ചൂടാണ് അല്ലേ? അപ്പൊ ഈ സമയങ്ങൾ എന്താണ്? വളരെ ലോങ് ആണ് ആൻഡ് ഹോട്ട് ആണ്. Then സമ്മർ. SUMMER. സമ്മർ.
അപ്പൊ അക്രോസ് ഉള്ളത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയാണ്? ടു മച്ച് റെയിൻ കോസ് ദിസ് ഫ്ലഡ്സ്, എ സ്റ്റോം ക്യാൻ അപ്രൂട്ട് ട്രീസ്, എ സോഫ്റ്റ് ആൻഡ് ജെന്റിൽ വിൻഡ് ബ്രീസ്, ദ റെയിനി സീസൺ monsoon, the days are long and hot during the season is summer. Okay, then downward ആണ് ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് അല്ലേ? നമ്മൾ അക്രോസ് ഒക്കെ ചെയ്തു, ഇനി നമ്മൾക്ക് ഡൗൺവേർഡ് ആണ് ചെയ്യാനുള്ളത്. നോക്കാം അല്ലേ? എ ഹോട്ട് വിൻഡ് ദാറ്റ് ബ്ലോസ് ഡ്യൂറിങ് സമ്മർ അല്ലേ? ഒന്ന് ഡൗൺ. നോക്കാം ഏതാണ്? വൺ down. A hot wind that blows during summer. ലൂ. Yes, ലൂ അല്ലേ? ലൂ ആണ് അല്ലേ? നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആരാണ് ഇപ്പൊ പറഞ്ഞത് ലൂ? ജെവിൻ. ആ, ജെവിൻ. ഓക്കെ. ഓക്കെ, ലൂ ആണ് ആൻസർ. LOO ലൂ. ഓക്കെ, സിദ്ധാന്ത എഴുതിയില്ല മോനെ? ഓക്കെ, എ ഹോട്ട് വിൻഡ് ദാറ്റ് ബ്ലോസ് ഡ്യൂറിങ് സമ്മർ, ലൂ ആണ്. ദെൻ സെക്കൻഡ്, അഡ്വാൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ വെദർ. അഡ്വാൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ വെദർ. ഏതാണ് മോളെ സെൽന? ഫോർകാസ്റ്റ്. ഫോർകാസ്റ്റ് അല്ലേ? വെദർ ഫോർകാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഫോർകാസ്റ്റ് എന്നാണ് എഴുതേണ്ടത്. FORE forecast. CAST. FORECAST forecast. Then 3 അല്ലേ? Down 3. Strong wind cause these. ശക്തമായ കാറ്റ് എന്ത് ചെയ്യും? ഇതിന് കാരണമാകും എന്നാണ്. Strong wind cause these. എന്താണ്? ഏതാണ് മോളസാന? സ്റ്റോം. Storm. Storm ആണ് ആൻസർ. STORM. Storm. അലൻ ചെയ്തോ? അലൻ എഴുതിയോ? അലൻ എന്താണ് നോട്ട്സ് സബ്മിറ്റ് ചെയ്യാതിരുന്നേ? അലൻ ഓക്കെ, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ മോനെ. മിസ്സേ ഞാൻ സബ്മിറ്റ് ചെയ്തു. ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ യെസ്. ഓക്കെ, അലൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ strong wind cause this. Storm ആണ് അല്ലേ? Then the period during which the weather remains almost the same എന്നുള്ളതാണ്. The period during which the weather remains almost the same. 7th ആണ്. 7th. എന്താണ് 7th? സെൽന? സീസൺ. സീസൺ. സീസൺ ആണ് കേട്ടോ. സീസൺ. SEASON. സീസൺ.
അപ്പോ കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് ചെയ്തു. അക്രോസ് ഏതൊക്കെയാണ്? ഫ്ലഡ്സ്, ട്രീസ്, ബ്രീസ് ആൻഡ് മൺസൂൺ, സമ്മർ. Then downward, loop, forecast, storm and season. Okay. Then question answers ആണുള്ളത്. അത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതി എടുത്തിട്ട് പഠിക്കാം. നിർബന്ധമില്ല. പഠിക്കണം എന്നുള്ളവർ മാത്രം എന്ത് ചെയ്യാം? എഴുതാം, പഠിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത വർഷം കൂടെ തേർഡിൽ തന്നെ ഇരിക്കാം. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അടുത്ത വർഷം കൂടെ തേർഡിൽ ഇരുന്നിട്ട് നന്നായി പഠിച്ചിട്ട് പതുക്കെ പോയാലും മതി. നിർബന്ധമുള്ളവര് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ എന്ത് ചെയ്യാ? നോട്ട്സ് തന്നാല് എഴുതിയെടുക്കാം. നെക്സ്റ്റ് സോയിൽ എന്നുള്ള പോർഷൻ ആണ്. ദെൻ അത് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സോ നിങ്ങളുടെ എക്സാം ആണ് വരാൻ പോകുന്നത്. അതിലും താല്പര്യമുള്ളവർക്ക് പഠിച്ചിട്ട് എന്ത് ചെയ്യാം? എക്സാം എഴുതാം. കേട്ടോ? ഒരുപാട് നിങ്ങളെ നിർബന്ധിച്ചിട്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല എന്നുള്ളത് ഈ ഒറ്റ ഇൻസിഡന്റ് കൊണ്ട് നന്നായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം നിങ്ങളെ ഞാൻ അങ്ങനെയല്ല ഒരിക്കലും പ്രതീക്ഷിച്ചത്. നിങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നുമല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലായ കാര്യമാണ്. നിങ്ങൾ എന്താണ് നോട്ട്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാത്ത കാര്യം ഭയങ്കര വിഷമം ഉണ്ടാക്കിയത് എന്താന്ന് വെച്ചാൽ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു. എന്താണ് ചെയ്യാത്തത് എന്നുള്ളത് ഓരോ കുട്ടികൾക്കും മെസ്സേജ് ചെയ്തു. ഞാൻ നല്ല കുട്ടികൾ എന്ന് പ്രതീക്ഷിച്ച കുറച്ച് കുട്ടികളുണ്ട്. എല്ലാവരും നല്ല കുട്ടികളാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ കറക്റ്റ് സമയത്ത് ചെയ്യുന്ന കുട്ടികൾ എന്ന് കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലെ? സ്ഥിരമായിട്ട് ക്ലാസ്സിൽ കയറുന്നവര് കുറെ പേര് കയറാത്തതുണ്ട്. റേഞ്ചിന്റെ പ്രോബ്ലം ഒക്കെ കൊണ്ട് കയറാത്തതുണ്ട്. അത് മനസ്സിലാവും. അല്ലാതെ നല്ല കുട്ടികൾ എന്ന് കരുതിയ എല്ലാ കുട്ടികളും എനിക്ക് പറ്റിയത് മിസ്റ്റേക്ക് ആണ്. കാരണം എന്താണ്? അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു നിങ്ങളോട്. എന്നിട്ട് പോലും പ്രോപ്പർ ആയിട്ട് നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഭയങ്കര വിഷമമുണ്ടാക്കി. ആക്ച്വലി നിങ്ങളോട് ഞാൻ ചോദിക്കാനിരുന്നതേ അല്ല. നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുത്താൽ മതി എന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങളോട് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല. ആക്ച്വലി എനിക്ക് നല്ല വിഷമമുണ്ടായി. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വല്ലാതെ ഫീൽ ചെയ്തു. അത് അങ്ങോട്ട് ചോദിച്ചിട്ട് പോലും അതിന് ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്യാൻ പോലുമുള്ള മനസ്സ് നിങ്ങൾക്കില്ല. ചിരിക്കേണ്ട ആരോണിനോടൊക്കെ തന്നെയാണ് പറയുന്നത്. എല്ലാരോടും കൂടിയാ പറയുന്നത്, ഒരാളോടല്ല. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടാവും വലിയ കാര്യമാണ്, ടീച്ചർ പറഞ്ഞോട്ടെ എന്നുണ്ടാവും. തന്നെ എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നോട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. ഞങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ എഴുതിയാ നിങ്ങൾക്ക് പഠിക്കാം. നമുക്ക് നിങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് എഴുത് എന്നിങ്ങനെ നിങ്ങളെ എല്ലാ ദിവസവും കമ്പൽ ചെയ്യുന്നത് അല്ലേ? നമുക്ക് പഠിപ്പിക്കാനുള്ളത് പഠിപ്പിച്ചു, വേണമെങ്കിൽ പോകാം. നിങ്ങൾ സബ്മിറ്റ് ചെയ്യോ ചെയ്യാതിരിക്കോ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതാം. നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യേണ്ട കാര്യമാണ് വീണ്ടും നിങ്ങളെ അങ്ങോട്ട് കമ്പൽ ചെയ്യുന്നത്. ചെയ്യൂ, നോട്ട്സ് സെൻഡ് ചെയ്യൂ എന്ന് നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് പോലും നിങ്ങൾക്ക് അത് ചെയ്യാൻ തോന്നുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് സിലബസ് പഠിച്ചിട്ടും യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ എക്സാം ആണ് February 15 തൊട്ട്. സിലബസ് ഏതാണ് എന്നുള്ളത് ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. അതായത് ഫസ്റ്റ് പോർഷൻ തൊട്ട് വെദർ വരെ, അതായത് അത്രയാണ് നമുക്കിപ്പോൾ ഫിനിഷ് ആയത്. സോയിൽ അതിൻ്റെ ഇടയിൽ ഇനി എക്സാമിൻ്റെ ഇടയിൽ ഫിനിഷ് ആക്കാൻ വേണ്ടി പറ്റില്ല. കുറച്ച് വലിയ പോർഷൻ ആണ് സോയിൽ എന്നുള്ളത്. സോ അതുകൊണ്ട് 5th വരെ വെദർ എന്നുള്ള പോർഷൻ വരെ പഠിക്കാം. വെദർ എന്നുള്ള പോർഷൻ വരെ പഠിച്ചിട്ട് എന്ത് ചെയ്യാം? എക്സാം അറ്റൻഡ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യണമെന്നുള്ള നിർബന്ധം നിങ്ങൾക്കില്ലെങ്കിലും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനും വേണ്ടി
പറയുന്നത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ പേരൻസിന് യാതൊരു കുറ്റവും പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എക്സാം ആണ് പഠിക്കണം അല്ലെങ്കിൽ നോട്ട്സ് സെൻഡ് ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യണം എന്നുള്ളത് അറിയാത്ത പ്രായമുള്ള കുട്ടികളല്ല. നിങ്ങൾ 3rd ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള മെച്യൂരിറ്റി നിങ്ങൾക്ക് ഈ ഏജിൽ ഇല്ല എങ്കിൽ അത് എന്താണ്, നിങ്ങളുടെ തന്നെ മിസ്റ്റേക്ക് ആണ്. വേറെ ഒന്നും പറഞ്ഞിട്ട് അതിന് കാര്യമില്ല. ടീച്ചേഴ്സ് നോട്ട്സ് സെൻഡ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളത് അപ്പൊ തന്നെ നോക്കി അത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഏജ് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ട് അല്ലേ? നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ പാരന്റ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അവരിപ്പോഴും നിങ്ങളെ കുളിപ്പിക്കുകയും നിങ്ങൾക്ക് ഭക്ഷണം വാരി തരികയും നിങ്ങളുടെ ഡ്രസ്സ് ഇടിച്ചു തരികയും ഒക്കെ ചെയ്യുന്നത് അവരാണോ? അല്ല. ചിലപ്പോൾ ഭക്ഷണം വാരി തരുന്നുണ്ടാവും, അത് അവരുടെ സ്നേഹം കൂടുതൽ കൊണ്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങളുടെ നോട്ട്സ് സെൻഡ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പാരന്റ്സ് ആണോ? നിങ്ങളുടെ നോട്ട്സ് എഴുതേണ്ടത് നിങ്ങളുടെ പാരന്റ്സ് ആണോ? നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്റ്റഡീസിന്റെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. ദെൻ വെദർ എന്നുള്ളത് വരെ പഠിക്കുക. GKയും അതുപോലെ നമ്മൾ ഏത് പോർഷൻ ആണോ ഫിനിഷ് ചെയ്തത് അതുവരെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം. പഠിച്ചു തുടങ്ങുക. ഇപ്പൊ തന്നെ കുറച്ച് ദിവസം ഉണ്ട്, ഒരാഴ്ച ഉണ്ട്. ആ ഒരാഴ്ച കൊണ്ട് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കത് വളരെ വിഷമം ഉണ്ടാക്കുന്നത്. നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഉള്ളത് പോലെയല്ല ഞങ്ങൾക്ക് നിങ്ങളോടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയുന്നത്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്. അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതും. ഓക്കെ, ദെൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എക്സാമിന് വേണ്ടി എല്ലാവരും നന്നായിട്ട് റെഡി ആവാം. ഓക്കെ.